നാളെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണല്ലേ? അതെ. നിന്റെ പാക്കിംഗ് കഴിഞ്ഞോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിന്റേതോ? സെയിം ഇയർ, ഓൾമോസ്റ്റ് ഡൺ. ശരി, എങ്കിൽ നാളെ കാണാം. ലോട്ട്സ് ആൻഡ് ലോട്ട്സ്. ഓക്കെ ബേബി, ടൺസ് ഓഫ് ലവ് ടു യു. ബൈ. അങ്ങനെ ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചു. എന്തിന്റെ മണം അത്? സൂര്യ അങ്കിൾ. ആഹാ മോളെ, എപ്പോഴാ വന്നത്? അമ്മ എവിടെ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അമ്മ മുത്തശ്ശിയുടെ കൂടെ കിച്ചണിലാ ഉള്ളത്. എന്തെങ്ങനെ സ്മെല് ചെയ്യുന്നത് അങ്കിൾ? ഒരു പൂവിന്റെ മണം വരുന്നുണ്ട് മോളെ. ആ പൂവിന്റെ പേരിപ്പോ കിട്ടുന്നില്ല, പക്ഷെ വളരെ നല്ല മണാണ്. നിനക്ക് മണക്കുന്നില്ലേ? അതെ അതെ, വരുന്നുണ്ട്. അതിന് നല്ല മണമുണ്ടല്ലേ? ആ കറക്റ്റ്. പക്ഷെ ഈ ചുറ്റുവട്ടത്തൊന്നും അതിന്റെ ചെടിയില്ലല്ലോ. പക്ഷെ മണം മാത്രം എങ്ങനെയാ വരുന്നേ? അത് മേഘാന്റെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിന്നെ ഉണ്ടല്ലോ ഞാൻ. ഈ പൂവ് പ്രേതങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. എന്താ പറഞ്ഞേ? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞതാ. ഗുഡ് നൈറ്റ്. ലൊക്കേഷനും സെറ്റ്സിന്റെ കാര്യത്തിലൊക്കെ നീ ക്ലിയർ അല്ലേ? ഞാൻ സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണിനെ പോലെ തന്നെയുണ്ട്. അതൊക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എന്താ നോക്ക്, എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്ട് ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം വലിയ റെപ്യൂട്ടഡ് ക്ലയന്റ് ആണ്. ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. എന്റെ പുറകിൽ ഒരു 3 പേര് ഇരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ. അതെ, എന്റെ സ്വപ്നത്തിൽ വന്ന അതേ ഫാമിലിയാണ് അവര്. അപ്പോഴും എന്നെ നോക്കി, ഇപ്പോഴും അവരെന്നെ നോക്കുന്നുണ്ട്. എപ്പോഴും നോക്കുന്നു? ആരാടാ? അവർ മിണ്ടാണ്ട് കഴിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ഇവന്റെ ഒരു കാര്യം. ബിലീവ് മീ, ഇതേ ഫാമിലി തന്നെയാ. ഞാൻ പറയുന്നൊന്ന് ജസ്റ്റ് ഷട്ട് അപ്പ് മാൻ. നീ കുറച്ച് കൂടുന്നുണ്ട്, ഈ അനന്തിനെ പോലെ. ഓൾറൈറ്റ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ഷുവർ. ഹലോ, ഞാനാ മോളെ. പറയ് ചേട്ടാ. നീ എവിടെയാ ഉള്ളത്? ഞാൻ വീട്ടിലാണല്ലോ. ഷെൽഫിൽ ഒരു പഴയ ബുക്കുണ്ട്. ഇന്നലെ മേഘ വരുമ്പോ കൊണ്ടുവന്നതാണ്. അതിപ്പോ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അത് ചേട്ടാ, അതും ഇതൊന്നും ഒന്നും പറയണ്ട, ഉടൻ തന്നെ കൊണ്ടുവാ. അതിവിടെ ഇല്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. സുഖം തന്നെയല്ലേ രാജു? ആ, നന്നായിരിക്കുന്നു. വരൂ, അകത്തേക്ക് ആ, ഓക്കെ. നിങ്ങളുടെ ആൾക്കാരോട് ബാഗ് ഒന്ന് എടുത്തോണ്ട് വരാൻ പറയാം. പണിക്കാരും ഇല്ല മാഡം, ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ഏഹേ, ഡോണ്ട് വറി, ഇറ്റ്സ് ഓക്കെ. അതിന് അത്ര വെയിറ്റ് ഒന്നുമില്ല, ഞങ്ങൾ എടുത്തിട്ട് വരാം. കമോൺ ഗായ്സ്. എടാ രാജു, എന്ത് നോക്കി നിൽക്കാ? പെട്ടി എടുക്കടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു രാജു. താങ്ക് യു സോ മച്ച്. എടാ ആനന്ദ, ലഗേജ് ഒക്കെ എടുക്കണം. നീ അങ്ങോട്ടേക്ക് മുങ്ങുവാ. വാ വാ വാ. അവിടെ എന്ത് നോക്കി നിൽക്കാടാ? പെട്ടെന്ന് വാ.
ജോ, ഇന്നാ നിന്റെ ബാഗ്. താങ്ക്സ് ഡാ. എനി ടൈം. ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല പീസ്ഫുൾ ആണല്ലേ? അതെ. എന്തു പറ്റി? ആരോ ഡോറിനടുത്ത് നിന്ന പോലെ തോന്നി. ആഞ്ജനേയ, 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 ശ്രീ ആഞ്ജനേയ, ആഞ്ജനേയ, ആഞ്ജനേയ. അയ്യോ. സൂര്യ, ഞാനൊരു ബുക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിതാണ്. കസ്തൂരി മഹാൾ. എത്ര കൊല്ലം പഴമയുള്ള ബുക്കാ ഇത്? 600 years പഴക്കം ഉണ്ടാവും. മേ ബി 700. വാവ്, ഒരു പെട്ടിന്ന് കിട്ടിയതാ. ഇതിന്റെ കൂടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഓസം. ഹേ, ഇറ്റ്സ് ഓൾ ഹാൻഡ് റിട്ടൺ, റൈറ്റ്? അതെ. ഞാൻ ചില പേജുകൾ വായിച്ചു. 2 കുടുംബങ്ങളുടെ കഥയാ. 2ഉം രാജവംശമാ. ഇൻട്രസ്റ്റിംഗ്. സാർ, സാർ, സാറേ. ഓഹോ, 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ആണോ? ആ, നമസ്കാരം സാറേ. എന്റെ പേര് കട്ടപ്പാന്നാ. എന്നെ കുറിച്ച് രാജ പറഞ്ഞു കാണുമല്ലോ, പാചകക്കാരൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ എവിടെയാ പാചകക്കാരന് വേണ്ടി ചോദിച്ചേ? ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് വരെ ഭക്ഷണം കിട്ടിയാ മതി. ഇവന്റെ മുഖം കണിയേണ്ട, ചോറ് കിട്ടില്ല. അതിനൊരാളെ വേണ്ടേ സഹോദര? ക്ഷമിക്കണം സാറേ, തെറ്റിദ്ധരിക്കരുത്. അതൊന്നും കുഴപ്പമില്ല കേട്ടപ്പ. അപ്പൊ ഒരു പാചകക്കാരനാണല്ലേ ഏർപ്പാട് ചെയ്ത് അതെ തന്നത്? സാറേ, പക്ഷേ ശരിക്കുള്ള പാചകക്കാരല്ല. അല്ല, ഇപ്പോഴല്ലേ നിങ്ങൾ പാചകക്കാരനെ ഏർപ്പാടാക്കിന്ന് പറഞ്ഞത്? അതെ മാഡം, പക്ഷെ അവര് തീർച്ചയായിട്ടും പാചകം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളിനല്ലേ പാചകക്കാരൻ നമ്മൾ വിളിക്കുന്നേ? ഇവൻ ഒരുപാട് സംസാരിക്കുന്നല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു പാചകക്കാരനെയാണ് കൂടെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ? അതെ സാറേ. പക്ഷെ അയാള് പാചകക്കാരനല്ല. അല്ല സാറേ. പക്ഷെ പുള്ളിക്കാരി പാചകം ചെയ്യോ? അതെ സാറേ. പുള്ളിക്കാരി നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കോ? അവര് നന്നായിട്ട് പാചകം ചെയ്യും സാറേ. അവരെന്ന് വെച്ചാ? അവരെന്ന് പറഞ്ഞാൽ അവര് 2 പേരാണ്. ഓ, അവരിങ്ങോട്ട് അതെ വന്നിട്ടുണ്ടോ? മാഡം, ഇതാ ഞാൻ ഇപ്പൊ വിളിക്കാം. വന്നാട്ടെ. വരൂ വരൂ. ഇതിന് 2 പേരുടെ ആവശ്യമുണ്ടോ? വരൂ വരൂ വരൂ. ഇത് പാർവതി അമ്മ, ഇത് അവരുടെ മകള് അനുഷ്യ. ഹൈവേ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ കണ്ടിരുന്നു. ഞങ്ങളും ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ? അതെന്റെ ചേട്ടനാണ്. അവര് ബാംഗ്ലൂരേക്ക് പോയി. അവിടെ അവര് ജോലി ചെയ്യുന്നത്. ഇവരെ ഭർത്താവ് മിലിറ്ററിയിലെ പാചകക്കാരനാ. ഇവരിവിടെ അടുത്താ താമസം. പാചകം ചെയ്യുമെന്ന് ചോദിച്ചതിന് ഇവര് പാചകം ചെയ്ത് തരാന്ന് പറഞ്ഞു. They look so decent and well to do. അവര് പാചകം ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ എന്താ മാഡം, അങ്ങനെ ഒന്നും അല്ല. വീട്ടില് പാചകം ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ആർമി ഫാമിലി അല്ലേ? ഞങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ? അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് അവളുടെ പാചകം ഒരുപാട് ഇഷ്ടപ്പെടും.